ഒരു ആരോഗ്യ പ്രശ്നവുമായി നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ എഫക്റ്റീവായിട്ടൊരു ടൂളാണ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ. നമ്മളിൽ പല ആൾക്കാരുടെയും വീട്ടിൽ നമ്മളുടെയൊക്കെ ഷെൽഫുകളിൽ പല സന്ദർഭങ്ങളിൽ ഡോക്ടർമാർ നമുക്ക് തന്ന പ്രിസ്ക്രിപ്ഷനുകൾ മിക്കവാറും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പ്രിസ്ക്രിപ്ഷൻ ഇൻകംപ്ലീറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞാലോ, ഒരുപക്ഷെ ആ പ്രിസ്ക്രിപ്ഷനിൽ വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ രോഗത്തെ പ്രതിരോധിക്കാനോ രോഗത്തെ മറികടക്കാനോ അല്ലെങ്കിൽ രോഗങ്ങൾ വീണ്ടും വരാതിരിക്കാനോ വേണ്ട ചില പ്രധാനപ്പെട്ട മരുന്നുകൾ ആ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടർ എഴുതാൻ വിട്ടുപോയി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക? പലപ്പോഴും പല ഡോക്ടർമാരും ഈ പ്രിസ്ക്രിപ്ഷൻ നൽകാറുണ്ട്, പക്ഷേ എഴുതിയല്ല, പലപ്പോഴും ഓറലായിട്ടായിരിക്കും പലപ്പോഴും പറയാം. നിങ്ങളുടെ ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് കുറയ്ക്കണം, രാവിലെ ഒന്ന് നടക്കാൻ പോകുന്നത് നല്ലതാണ്, ഈ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കണം, സമയത്ത് നല്ല ഉറക്കമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത്തരം അഡ്വൈസുകൾ പലപ്പോഴും ഡോക്ടർമാർ നൽകാറുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അഡ്വൈസിനൊരു പ്രിസിഷൻ ഉണ്ടാവാറില്ല, അതുകൊണ്ട് വലിയ വാല്യൂ ഉണ്ടാവാറില്ല. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഡോക്ടറുടെ ചീട്ടിൽ കാണുന്ന മരുന്നുകളെ പോലെയോ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ട ചില മരുന്നുകളെ കുറിച്ചിട്ടാണ്. ഒന്ന് ഫുഡാണ്, നമ്മൾ കഴിക്കുന്ന ഡയറ്റാണ്. ഫുഡ് ഈസ് മെഡിസിൻ. ഈ വാക്ക് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ഫുഡ് ക്യാൻ ഐദർ ഹീൽ യു ഓർ ഇറ്റ് ക്യാൻ കിൽ യു. നിങ്ങൾക്കറിയാമോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരിലുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഭക്ഷണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാം, അതായത് ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കാം, പല രോഗങ്ങളുണ്ടാക്കാം. ഭക്ഷണം ഗ്ലൈക്കേഷൻ ഉണ്ടാക്കാം, അതായത് രക്തത്തിൽ അമിതമായി ഗ്ലൂക്കോസിൻ്റെ കണികകൾ അടിഞ്ഞുകൂടി അത് രക്തക്കുഴലുകളെയും കോശങ്ങളെയും നശിപ്പിക്കുന്ന ഒന്നാണ് ഗ്ലൈക്കേഷൻ, അതുണ്ടാക്കാം. ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കാം. ഫുഡിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഫുഡിന് എനർജി പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യാൻ സാധിക്കും. ഫുഡ് നമ്മളുടെ മെത്തിലേഷൻ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യാം. ഞാൻ തുറന്നു പറയാം, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു അബദ്ധമാണ്. ആൾക്കാർക്ക് അറിയില്ല എന്താ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ ആരും എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല. പല ആൾക്കാരും, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പല പ്രമേഹ രോഗികളും, വളരെ നല്ല രീതിയിൽ പ്രമേഹ ചികിത്സ എടുക്കുന്ന പല പ്രമേഹ രോഗികളുടെയും ഭക്ഷണക്രമം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ബ്ലണ്ടറാണ്. ഇഷ്ടംപോലെ അന്നജങ്ങൾ കഴിക്കുകയും അന്നജം മൂലമുണ്ടാകുന്ന പ്രമേഹത്തെ തടയാനായിട്ട് അതുപോലെ തന്നെ നല്ല മരുന്നുകൾ കഴിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുള്ളത്. വളരെ ഉയർന്ന അളവിലുള്ള കാലറി എത്ര ഉണ്ടെന്ന് പോലും അറിയാതെ ഭക്ഷണത്തിൽ കൂടെ ഉയർന്ന അളവിൽ കാലറി കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പല ആൾക്കാരുടെയും ഭക്ഷണ രീതി പരിശോധിച്ചാൽ പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും അതുപോലെ മറ്റ് സൂക്ഷ്മ പോഷകങ്ങളുടെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രമാത്രം അബദ്ധങ്ങളാണ് ഭക്ഷണത്തിൽ കൂടെ സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി രോഗങ്ങളുണ്ടാകുന്നത്. ഈ രോഗങ്ങളെ ചികിത്സിക്കാനും മാറാനും വേണ്ടിയാണ് നിങ്ങളുടെ ഡോക്ടറെ കണ്ടത്. പക്ഷേ ഇത് നമ്മൾ ശക്തമായി ഇടപെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വളരെ കാഷ്വലായിട്ട് കാണുന്നു. ഈവൻ ജീൻസ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ഫുഡ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഒരു മരുന്നായിട്ട് കണ്ട് നമ്മളുടെ രോഗത്തിനെ ചികിത്സിക്കാൻ പറ്റുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു നമ്പർ 1 ടൂളായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു മിസ്സിംഗ് അല്ലേ? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ വിട്ടുപോയ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഐറ്റം നിങ്ങളുടെ സ്ലീപ്പാണ്. ഒരു 7 മുതൽ 8 മണിക്കൂറുള്ള ഉറക്കം നിങ്ങൾക്കുണ്ടോ? ആ ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ലാതെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? അതുപോലെ ഏത് സമയത്താണ് ഉറങ്ങുന്നത്? ഇത് മൂന്നും ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഏതൊരു ചികിത്സാ രീതിയും അപൂർണമാണ് എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. നമ്മൾ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളോടൊന്ന് പോകാം. ശരിക്കും മനുഷ്യന് എപ്പോഴാണ് ഉറങ്ങേണ്ടത്? ആലോചിച്ച് നോക്കിയാൽ വളരെ ലോജിക്കലായിട്ട് നോക്കിയാൽ നമ്മൾ ഉറങ്ങേണ്ടത് എപ്പോഴാണോ സൂര്യൻ അസ്തമിക്കുന്നത് അപ്പോഴായിരുന്നു മനുഷ്യൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം അന്ന് രാത്രി ആയിക്കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും 10-12 മണിക്കൂറോളം നമ്മൾ ഉറങ്ങുമായിരുന്നു. രാത്രിയിൽ കണ്ണ് കാണില്ല, രാത്രിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ജീൻസ് ഇവോൾവ് ചെയ്തത് അത്തരം ഒരു സ്ലീപ്പ് സൈക്കിളിൽ നിന്നാണ്. മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സർക്കേഡിയൻ റിതം അനുസരിച്ചിട്ടുള്ളൊരു സ്ലീപ്പ് പാറ്റേൺസ് ഉണ്ട്. ഇതൊക്കെ വളരെ ആവശ്യമാണ്. ഉറക്കത്തിൻ്റെ സമയത്താണ് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ്, മെമ്മറി, അതുപോലെ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം
അതിൻ്റേതായിട്ടുള്ള കേടുപാടുകൾ തീർത്ത് റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് വീണ്ടും പുതിയൊരു ദിവസത്തിനിടെ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തിലാണ്. ഇത്രയും ഇമ്പോർട്ടൻസ് ഉറക്കത്തിനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉറക്കത്തിൻ്റെ പല ലെവൽസ് ഉണ്ട്. ചിലപ്പോൾ അതൊരു റെം സ്ലീപ്പായിരിക്കാം, ലൈറ്റ് സ്ലീപ്പായിരിക്കാം, ഡീപ്പ് സ്ലീപ്പായിരിക്കാം. ഇപ്പം നമുക്കുള്ള ചില ഇത്തരത്തിലുള്ള ഹെൽത്ത് വാച്ചസ്, ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത് ഒരു ഹെൽത്ത് വാച്ചാണ്. പല സന്ദർഭങ്ങളിലും ഞാൻ എൻ്റെ സ്ലീപ്പ് മെഷർ ചെയ്ത് നോക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ സ്ലീപ്പിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. എല്ലാവരും അത് ചെയ്യണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങളത് ചെയ്തു നോക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അങ്ങനെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾ നല്ലൊരു ജീവിതത്തിന് തയ്യാറാണോ എന്നുള്ളത് ഉറക്കത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഉള്ളൊരു വിഷയമാണ് സ്ലീപ്പ്. ഇത് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ എന്തൊരു മിസ്സിംഗ് ഫാക്ടറാണ്. മൂന്നാമത് ഡിസ്കസ് ചെയ്യേണ്ട മെഡിസിൻ നിങ്ങളുടെ മൂവ്മെൻറ്റും ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഹാർമണിൽ വരുന്ന എല്ലാ ക്ലയൻസിനോടും നല്ലൊരു സമയം ചിലവഴിച്ച് ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് നിങ്ങളുടെ വ്യായാമം എങ്ങനെ. നിങ്ങൾ ഒരു ദിവസം എത്രത്തോളം മൊബൈലാണ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ഹ്യൂമൻ ബോഡി നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി വി ആർ ഡിസൈൻഡ് ടു മൂവ്. നമ്മുടെ കൈകളും കാലുകളും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടായി വന്നത് ഇത്രയും മാത്രം ചലനം ആവശ്യമായി വന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ ജീവിതരീതി കാര്യമായ മൊബിലിറ്റി ഇല്ലാതെ തന്നെ ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫ് നോക്കിയാൽ ഞാൻ രാവിലെ ഒരു 9 മണിക്ക് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അവസാനിക്കുന്ന ഒരു 8-8:30 മണിയാവും. ഓൾമോസ്റ്റ് 12 മണിക്കൂറോളം ഞാൻ ഭൂരിഭാഗം സമയം ഇരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചുരുങ്ങിയ ഒരു ദിവസം ഒരു 60 to 75 മിനിറ്റ്സ്, ഒരു 1-1.25 മണിക്കൂറെങ്കിലും സയൻറ്റിഫിക്കലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി പഠിച്ചെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് പിരമിഡുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിൽ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ രോഗപ്രതിരോധവും നിങ്ങളുടെ ആയുസ്സിനെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന എന്താണെന്ന് അറിയാം. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം എത്രമാത്രം മസിൽസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മസിൽസിനെ ഉത്തേജിപ്പിക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു പേഷ്യൻറ്റിനോട് ചോദിച്ചില്ലെങ്കിലോ, അദ്ദേഹത്തിൻ്റെ വ്യായാമത്തെക്കുറിച്ച് ഇപ്പോൾ ആ ഡോക്ടർക്ക് അറിയില്ലെങ്കിലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷനോടൊപ്പം ഈ പറഞ്ഞ ആരോഗ്യ വിഷയങ്ങളൊക്കെ തന്നെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പേശികൾ ഉണ്ടാക്കുന്ന പ്രിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിലോ, അതെന്തൊരു മിസ്സിങ്ങാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കാർഡിയോ റെസ്പിറേറ്ററി ഹെൽത്ത്. നമ്മുടെ ഹൃദയവും രക്തധമനികളും അതിൻ്റെ ആരോഗ്യവും അതും ഇമ്പ്രൂവ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. സോ എക്സസൈസ് ഈസ് എ മെഡിസിൻ. ഇൻഫാക്റ്റ് ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഒരു മെഡിസിനാണ് എക്സസൈസ്, അല്ലേ? എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ? നോട്ട് ജസ്റ്റ് ഓൺ അവർ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിൽ മാത്രമല്ല, നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനും വളരെ പവർഫുള്ളാണ് എക്സസൈസ് എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്നോ അവഗണിക്കാവുന്ന ഒരു വിഷയമാണെന്ന് തോന്നാവുന്നതാണ് 4ാമത്തെ മരുന്ന്. അത് നിങ്ങളുടെ ഹൈഡ്രേഷനാണ്. അതായത് ഈ പേഷ്യൻ്റ് ശരിയായ അളവിൽ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? കേൾക്കുമ്പോൾ ഇത് ഇത്രമാത്രം ശാസ്ത്രീയമായി ചോദിക്കേണ്ട ഒരു വിഷയമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടുമാണ്. നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഒരു 25 കിലോഗ്രാമിന് 1 ലിറ്റർ എന്ന കണക്കിലെങ്കിലും ദിവസേന ഹൈഡ്രേഷൻ ഇല്ലാത്ത ഒരാളുടെ ആരോഗ്യം ഡെഫിനറ്റ്ലി വളരെ ചലഞ്ചിങ് ആയിരിക്കും. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, ഓർമ്മ, ബുദ്ധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മൂഡ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡൈജസ്റ്റീവ് ഹെൽത്ത്, അദ്ദേഹത്തിൻ്റെ എനർജി പ്രൊഡക്ഷൻസ്, അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന, ശരീരവേദന തുടങ്ങിയിട്ടുള്ള ഒരുപക്ഷെ സങ്കീർണമെന്ന് തോന്നാവുന്ന പല രോഗലക്ഷണങ്ങളെയും പ്രധാനപ്പെട്ട മൂലകാരണം അദ്ദേഹം ചിലപ്പോൾ വെള്ളം കുടിക്കുന്നതിൽ മാത്രം കുറഞ്ഞ ഒരാളായിരിക്കും. ഞാൻ പറയാൻ പോകുന്ന 5ാമത്തെ മരുന്ന് ഞാൻ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ അത്തരത്തിലുള്ള പട്ടികയിൽപ്പെട്ട ആൾക്കാരിൽ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, നിരന്തരമായിട്ട് റെക്കറൻ്റ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, എസ്പെഷ്യലി റിഫ്ലക്സ് ഡിസീസോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തുടങ്ങിയിട്ടുള്ള ഗ്യാസ്ട്രോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക്, അവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന മരുന്ന് വളരെ പ്രാധാന്യമുള്ളതാണ്. 2, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതായത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം തന്നെ നമുക്കെതിരെ പ്രവർത്തിച്ചു മൂലമുണ്ടാകുന്ന പല രോഗാവസ്ഥകളാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഞാൻ ഈ പറയാൻ പോകുന്ന മരുന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, അതായത് ഉറക്കാൻ കിട്ടാൻ ബുദ്ധിമുട്ട്, ഉറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 2 മണി 3 കൂടെ ഉണരുക,
പിന്നെ തിരിച്ച് ഉറക്കത്തിലോട്ട് വഴുതി വീഴാൻ വളരെയധികം ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ തന്നെ എത്ര ഉറങ്ങിയാലും ക്ഷീണം മാറുന്നില്ല. അവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന മരുന്ന് വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന്, ഒരു പക്ഷേ പൊതുവേ അതിനെ മെഡിക്കൽ ഫീൽഡിൽ വിളിക്കുന്നത് ഫൈബ്രോമയാൾജിയ എന്നാണ്. അതായത് എന്തൊക്കെ നോക്കിയിട്ടും എന്തൊക്കെ ചികിത്സിച്ചിട്ടും ശരീരം മുഴുവൻ വേദന വിട്ടു മാറുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനുണ്ട്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം. ഇത്തരത്തിലുള്ള ഈ പട്ടികയിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന മെഡിസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെഡിസിൻ ഇതാണ്, ആ വ്യക്തിയുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്താണ്. ഒരുപക്ഷെ ഇത്തരം വിഷയം പരിഗണിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ബിഹേവിയർ, അദ്ദേഹത്തിൻ്റെ ജനറലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡ് ഔട്ട്ലുക്ക്, ലോകത്തെ കാണുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ വ്യക്തിബന്ധങ്ങളിലുള്ള വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണല്ലോ നമ്മളുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് വരുന്നത്. ഈ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്കറിയാവുന്ന പല പേഷ്യൻസും ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാതെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി മേ ബി ഒരു ക്ലാസിക്കലായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ ചോദിച്ചാൽ, നിലവിലത്തെ മെഡിക്കൽ ആരോഗ്യ രംഗത്ത് ഇതൊന്നും അറിയാത്ത ആൾക്കാരൊന്നും അല്ല തീർച്ചയായിട്ടും അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. ഡെഫിനറ്റായിട്ടും അക്കാഡമിക്കലായിട്ടും പ്രൊഫഷണലായിട്ടും ഇത്തരം വിഷയങ്ങളുടെ പ്രാധാന്യമൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഈ 5 മരുന്നുകളെക്കുറിച്ച് പേഷ്യൻറ്റിനോട് സംസാരിക്കാനോ അതിൽ പേഷ്യൻറ്റിൻ്റെ രീതികളിൽ പ്രകടമായ പ്രസക്തമായ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുവാനോ ഉള്ളൊരു സംവിധാനത്തിലല്ല നിലവിലത്തെ മെഡിക്കൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സാധാരണ രീതിയിൽ ഇത്തരം വിഷയങ്ങളുമായിട്ടൊരു ഡോക്ടറെ സമീപിക്കുന്ന ഒരാൾക്ക് എത്ര സമയമായിരിക്കും ഡോക്ടറുമായിട്ട് വളരെ അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും വളരെ പ്രാക്ടീസുള്ള, തിരക്കുള്ള, മിടുക്കുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് മാക്സിമം പോയാൽ ഒരു മേ ബി 3 to 5 മിനിറ്റ്സോ മേ ബി മാക്സിമം 10 മിനിറ്റ്സ്. ഈ 10 മിനിറ്റിനകത്ത് കോറായിട്ടുള്ള വിഷയവും അതിൻ്റെ രോഗനിർണയവും അതിന് വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ മാനേജ്മെൻറ്റോ പ്രൊസീജിയറോ അല്ലാതെ ഒന്നും നടക്കാറില്ല. സപ്പോസ് അതാണ് ചെയ്യുന്നതെങ്കിൽ ഡോക്ടർ നിങ്ങളോട് പറയുന്ന ഒരു സർജറിയോ ഒരു പ്രൊസീജിയറോ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങളതൊരു വളരെയധികം ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടോ, അത് എന്തുകൊണ്ട് ചെയ്യണം, അതിൻ്റെ വാല്യൂ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടോ. മാത്രമല്ല അതിനകത്ത് വളരെയധികം നല്ല ഒരു പ്രിസൈസ് ആയിട്ടുള്ള അഡ്വൈസോട് കൂടിയായിരിക്കും ഡോക്ടർ അവസാനിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കോർ ആസ്പെക്റ്റ്, കോർ ഏരിയ, സ്ട്രെങ്ത്, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക്സ്, അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ആ ഏരിയയിലാണ്. പക്ഷേ രോഗിയെ സംബന്ധിച്ചും ആ രോഗത്തെ സംബന്ധിച്ചും അത് മാത്രമല്ല പ്രാധാന്യം, അല്ലെങ്കിൽ അതിനോടൊപ്പം പ്രാധാന്യമുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ 5 വിഷയങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ 5 കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് നിങ്ങളുടെ രോഗപ്രതിരോധത്തിനും രോഗചികിത്സയുടെയും പ്രിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആക്കേണ്ട ഉത്തരവാദിത്തം ഒരു പരിധിവരെ ഇന്ന് അവനവനിൽ തന്നെയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഹാർമണിയിൽ കഴിഞ്ഞൊരു 12-13 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിച്ചത് ഇത്തരം ഏരിയയും കൂടി കമ്പൈൻ ചെയ്യാൻ നമുക്ക് സാധിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്തത് ഒരു കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റത്തിൽ നിന്ന് അല്ലാതെ തന്നെ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതിന് പറ്റുന്ന ആൾക്കാരടങ്ങുന്ന ഒരു ടീമാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ സ്വയം പഠിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ എക്സ്പേർട്സിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ നിലവിലത്തെ ചികിത്സാ രീതി പൂർണ്ണമാക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതൊരു കംപ്ലീറ്റ് സർക്കിൾ ആക്കാൻ സാധിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി രോഗത്തിൽ നിന്ന് പുറത്തു വരുന്നത് അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ തിരിച്ച് ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആക്കാമെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു ഭൂരിഭാഗം ജീവിതശൈലി രോഗങ്ങളും ക്രോണിക് കോംപ്ലെക്സ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും.